പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NASന്റെ +2 എക്കണോമിക്സിന്റെ കോഡ് നമ്പർ 318 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. 2024 അതേപോലെ തന്നെ അതിനുശേഷം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ് നടക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലാണ് ന്യൂ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം നടന്നത്. അതിനനുസരിച്ചിട്ടാണ് പിന്നീടുള്ള ഇനി വരുന്ന എല്ലാ എക്സാമുകളും നടക്കുന്നത്. 2024 ഏപ്രിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ സോൾവ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ആണ്, 6 മാർക്കിന്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. 6 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. അതിൽ ഒരു ക്വസ്റ്റ്യൻസിൽ 49ാമത്തെ 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻസിൽ ഓൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 നിന്നിട്ട് ഏതെങ്കിലും എഴുതാനുള്ളത്. 50ാമത്തെ ക്വസ്റ്റ്യൻസിൽ 1 തന്നെ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് 60% പാഠഭാഗങ്ങൾ പഠിക്കാനുള്ളത്. മൊത്തം പാഠഭാഗത്തിന്റെ 60% ഏതാണെന്നുള്ള നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ NASന്റെ സൈറ്റിൽ ബ്യൂരിഫിക്കേഷൻ ഓഫ് സിലബസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 60% ചാപ്റ്റർ നമുക്ക് അറിയാൻ കഴിയും. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ആകെ 4 ചാപ്റ്ററെ പഠിക്കാനുള്ള, അവസാനത്തെ മീഡിയം മോഡ് ഉണ്ട്, അവിടെ നിന്ന് അങ്ങോട്ടുള്ള 4 ചാപ്റ്റർ മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കിയുള്ള ചാപ്റ്ററൊക്കെ കൂടുതൽ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് 2ാമത്തെ ടെക്സ്റ്റ് ബുക്കാണ്. ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അവസാനം വരുന്ന 4 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. പിന്നുള്ളതൊക്കെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ്. അങ്ങനെയാണ് 60% വരുന്നത്. പരമാവധി നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 100 മാർക്കിന്റെ ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിൽ 20 മാർക്ക് അസൈൻമെന്റ് ആണ്. ബാക്കി 80 മാർക്ക് തിയറി പരീക്ഷയാണ്. 2:30 മണി മുതൽ 5:30 മണി വരെ നടക്കുന്ന പരീക്ഷ 3 മണിക്കൂർ പരീക്ഷയാണ്. അതിൽ നമുക്ക് എഴുതി പാസ്സാണ്ട്, തിയറിക്ക് മാത്രമായിട്ട് എഴുതി പാസ്സാണ്ട് 26 മാർക്ക് എഴുതി പാസ്സാണ്. പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഫസ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യ ഭാഗം വരുന്നത്. 1 മാർക്കിന്റെ, പിന്നെ 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, മാക്സിമം 6 മാർക്കാണ്. അപ്പൊ നമ്മള് ആൻസർ ചെയ്യുമ്പോൾ പരമാവധി നിങ്ങൾ ഈ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് സമയം തികയാൻ വേണ്ടിയിട്ട്. അപ്പൊ പല ആളുകളും ആ ക്രമത്തിൽ തന്നെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ മോഡൽ അനുസരിച്ച് സമയം തികയാതെ വരുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടൂല, കുറച്ച് ആലോചിച്ചിട്ടൊക്കെ എടുത്ത് എഴുതേണ്ടതാണ്. അപ്പൊ അതിന്മേൽ നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കുമ്പോൾ അവസാനം എത്തുന്ന ഇതുപോലുള്ള 6 മാർക്കിന്റെ പ്രോബ്ലംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വരികയും പരീക്ഷ ഫെയിലാകുന്ന ഒരവസ്ഥയിൽ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരമാവധി കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ക്രമത്തിൽ തന്നെ ആൻസർ എഴുതുന്നില്ല, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാൽ മതി. സെക്ഷൻ ബി ആണെങ്കിൽ സെക്ഷൻ ബി, അതിൽ എത്രാമത്തെ നമ്പറാണ് എത്ര എഴുതുക. ഇനി സെക്ഷൻ സി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഓപ്ഷണൽ മോഡുകൾ വരുന്നതാണെങ്കിൽ അത് ഏതാണ് എങ്കിൽ ആ സെക്ഷനും ആ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ നമ്പറും. ഇപ്പൊ ഇത് 50ാമത്തെ ക്വസ്റ്റ്യൻസ്, അത് ഏത് സെക്ഷൻ ആണെങ്കിൽ സെക്ഷന്റെ ഹെഡിങ് കൊടുക്കുക. അതിൽ 50 ഇട്ടാൽ മതി. പേപ്പർ നോക്കുന്ന ആൾക്ക് പ്രശ്നമില്ല. ആദ്യത്തെ ആൻസർ നിങ്ങൾക്ക് 50 എഴുതാം, പിന്നെ 49 എഴുതാം, അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, ഈ 6 മാർക്കും 4 മാർക്ക് 2 മാർക്കൊക്കെ ആദ്യം എഴുതാം. ആ 1 മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് നിങ്ങൾ അവസാനം പരമാവധി എഴുതാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്, ആൻസർ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ കാൽക്കുലേറ്റ് അരിതമാറ്റിക് മീൻ ആണ്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നതാണ്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ 4 ചാപ്റ്റർ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടൊരു ചാപ്റ്ററാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പറഞ്ഞിട്ട് ചാപ്റ്റർ കാണാം. 7ാമത്തെ അല്ലെങ്കിൽ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് അത് വരുന്നത്. അതിൽ വരുന്നതാണ് അരിതമാറ്റിക് മീൻ. അരിതമാറ്റിക് മീൻ തന്നിട്ടുണ്ട്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കും അതേപോലെ തന്നെ സ്റ്റുഡൻസിന്റെ എണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അരിതമാറ്റിക് മീൻ 3 രീതി ഉണ്ട്. ഇൻഡിവിജ്വലും ഉണ്ട്, ഡിസ്ക്രീറ്റും ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. ആ 3 രീതിക്കും ഇക്വേഷൻ വ്യത്യസ്തമാണ്. അപ്പൊ ഇത് ഏത് സീരീസ് ആണെന്ന് ആദ്യം അറിയണം, എന്നാലേ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ക്ലാസ് ഇന്റർവെൽ ഉണ്ട്, 0 to 20, 20 to 40. അങ്ങനെ അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ക്ലാസ് ഉണ്ട്. ഈ 0-ന്റെ 20-ന്റെ ഇടയിൽ നടക്കുമ്പോൾ ഇതിൽ ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് 20 ആണ്. അപ്പൊ ഇതൊരു ക്ലാസ് ഇന്റർവെല്ലിൽ ഉള്ളതാണ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പൊ ക്ലാസ് ഇന്റർവെല്ലും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടെങ്കിൽ
അത് ഏതാണ്? കണ്ടിന്യൂസ് സീരീസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് ആ മാർക്ക് എന്നുള്ളത് എക്സ് ആണ്, ബ്രാക്കറ്റിൽ എക്സ് എന്നും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് എഫ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇക്വേഷൻ അറിയണം. കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്കത് ചെയ്യാൻ കഴിയും. മീൻ ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡ് ബൈ സിഗ്മ എഫ് അല്ലെങ്കിൽ എൻ എന്ന് എഴുതാം കേട്ടോ. എൻ എന്ന് പറയുന്നതാണ് സിഗ്മ എഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എൻ ഈക്വൽ ടു സിഗ്മ എഫ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഫ് എം ആണ് വേണ്ടത്. എഫ് തന്നിട്ടുണ്ട്, ഇന്ന സ്റ്റുഡൻസ് ആണ് എഫ്. എം കാണാം. എം എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ ആണ്. മിഡ് വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം കേട്ടോ. മിഡ് വാല്യൂ ബ്രാക്കറ്റിൽ എം എഴുതാം. മിഡ് വാല്യൂ എന്നാണ് ഈ 0-ന്റെയും 20-ന്റെയും ഇടയിൽ മധ്യ എത്രയാന്നുള്ളത്. ഈ മിഡ് വാല്യൂ കാണുന്നത് അതിലൊരു ഷോർട്ട് ഉണ്ട്. ഇത് രണ്ടും പ്ലസ് ചെയ്യാം, എന്നിട്ട് രണ്ടോട് ഡിവൈഡ് ചെയ്യാം. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിൽ പ്ലസ് ചെയ്തിട്ട് രണ്ടോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിഡ് വാല്യൂ കിട്ടും. 0 + 20 20. 20/2 10 ആണ്. അടുത്ത് നോക്കാം, 20ഉം 40ഉം പ്ലസ് ചെയ്ത് 60 ആണ്. 60/2 30. ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാം കേട്ടോ. 40 + 60 80. 40ഉം 60ഉം കൂട്ടിക്കഴിഞ്ഞാൽ 100. 100ന്റെ രണ്ടുകൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ 50. ഇന്നത്തെ 60 80 കൂട്ടിയ 140. 140ലെ രണ്ടുകൊണ്ട് അരിച്ച 70. 80 100ഉം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 180. രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 90 കേട്ടോ. ഇത് ഇങ്ങനെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയാലോ 0-ന്റെ 20-ന്റെ മധ്യ ഏകദേശം 10 ആണെന്നറിയാം. 20-ന്റെ 40-ന്റെ മധ്യ 30 ആണെന്നറിയാം. ഇത് ഇങ്ങനെ സിമ്പിളായി തന്നോണ്ട് നിങ്ങൾക്ക് അങ്ങനെ അറിയാം. നേരെ മറിച്ച് പോയിന്റ് ഒക്കെ വരുന്ന സംഖ്യകളാകുമ്പോൾ നമ്മൾ പ്ലസ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഇനി അടുത്ത പോലെ നമുക്ക് വേണ്ട എഫ് എം ആണ്. എഫ് എം എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എം ആണ്. എഫിന് എം കൊണ്ട് ഇൻറ്റു 30 × 10 ഈക്വൽ ടു 300. അടുത്ത് 36 × 30. 36 × 30 1080. ഈ അടുത്തത് 45 × 50. 100 × 45 4500 ആണ്. അപ്പൊ 50 ആകുമ്പോൾ നേരെ പകുതി എടുക്കുക, 2250. അടുത്ത 27 × 70 1790 വരും കേട്ടോ. കാൽക്കുലേറ്റർ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഉപയോഗിക്കാൻ ചിലപ്പോൾ അവർ അനുമതി നൽകും. നിങ്ങൾ പരീക്ഷ ഹാളിലേക്ക് കാൽക്കുലേറ്റർ കൊണ്ടുപോയിക്കോളൂ. അവര് വേണ്ട എന്ന് പറഞ്ഞാൽ അത് പുറത്ത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പേപ്പറിന്റെ സൈഡിൽ നമ്മൾ സ്കൂളൊക്കെ ചെയ്ത് പഠിച്ച പോലെ സൈഡിൽ ചെയ്യാം. 70 × 27 ഇങ്ങനെ നമ്മൾ ചെയ്യൂലേ, ഈ രീതിയിൽ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നതാണ് പറയുന്നത്. അടുത്ത് 90 × 12. 90 × 12 ഈക്വൽ ടു എത്ര വരുന്നത്? 1080. ഇനി ഇത് മൊത്തം പ്ലസ് ചെയ്യണം. കാൽക്കുലേറ്റർ അടിച്ച് കഴിഞ്ഞാൽ മൊത്തം നമുക്ക് വരുന്നത് ഏകദേശം 6600 ആണ്. സിഗ്മ എഫ് എം ഈക്വൽ ടു 6600. ഇനി അപ്പൊ ഇക്വേഷനിൽ വേണ്ടത് എൻ ആണ്. എൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ആണ്. ഇത് ടോട്ടൽ ചെയ്യാം കേട്ടോ. 30 10 അല്ല, സിഗ്മ എഫ് ആണ്. ഇതാണ് എൻ ആണ്. ഇതാണ് എൻ ഈക്വൽ ടു 30 30 96 101 101 141 141 148 148 കേട്ടോ. 2 7 9 5 14 6 20 2 3 3 3 3 2 5 4 9 3 12 3 15 150 കേട്ടോ. സിഗ്മ എഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് 150 ആണ്. അപ്പൊ സിഗ്മ എഫ് എന്ന് പറയുന്നത് 6600 ആയിരിക്കണം. എൻ എന്ന് പറയുന്നത് 150 ആണ്. ഈ 2 0 വെട്ടി പോകുക. 660നെ 15 കൊണ്ട് ഹരിക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 44 ആണ്. കാൽക്കുലേറ്റർ അടിച്ച് 44 കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അങ്ങനെ സൈഡിൽ ചെയ്യണം. 660 / 15 ഇങ്ങനെ ചെയ്ത് സ്കൂളിൽ ചെയ്ത പോലെ പഠിക്കണം. അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണ്ട. വീട്ടിൽ നിന്ന് കുറെ മുമ്പ് പഠിച്ചതാച്ചിട്ട് മറന്നു പോയിട്ടുണ്ട്. കാരണം കാൽക്കുലേറ്റർ ഇവർ കൊണ്ടുപോവുകയും ചെയ്തു. അവർ ഉപയോഗിക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ നിവൃത്തിയുള്ളൂ. ചില സെന്ററിൽ സ്ട്രിക്റ്റ് ആയിരിക്കും, ചിലയിടത്ത് പിന്നെ അവരത് എന്ത് ചെയ്യില്ല, അതിനെപ്പറ്റി പറയില്ല. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അനുവദിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, പരീക്ഷ ഹാളിലേക്ക് പോകരുത്. ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതില് 49ാമത്തെ ചോദ്യം വരുന്നുണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. 49 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒന്ന് നാഷണൽ ഇൻകം കാണാനും ഒന്ന് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. ഓക്കെ, രണ്ട് വീഡിയോ ആയിട്ട് നമ്മൾ ബോർഡിൽ എഴുതാനുള്ള സൗകര്യം 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ
അവതരിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. NISന്റെ +2 ക്ലാസ്സുകളൊക്കെ എക്കണോമിക്സിന്റെ നമ്മുടെ ചാനലിന്റെ പ്ലേ ലിസ്റ്റിലുണ്ട്. ഇനിയൊക്കെ തുടർന്നുള്ള നമ്മുടെ എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ലഭിക്കാനും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ വിഷയത്തിന്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പരമാവധി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി റെഫർ ചെയ്യണം. കാരണം പ്രോബ്ലംസ് ഒക്കെ കൂടുതൽ ടെക്സ്റ്റ് ബുക്കിലാണ്. ഗൈഡിൽ പ്രോബ്ലംസ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് നാഷണൽ ഇൻകം കാണാനുള്ളതൊക്കെ കൂടുതൽ നമുക്ക് ഏതിലാണ്, ടെക്സ്റ്റ് ബുക്കിലാണ് നല്ല കൂടുതൽ പ്രോബ്ലം വരുന്നത്. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് നിങ്ങളുടെ ജില്ലയിൽ തന്നെ നമ്മൾ പരീക്ഷ എഴുതാനുള്ള സംവിധാനം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നൽകുന്നുണ്ട്. നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ ക്ലാസ് നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക്, ഗൈഡ്, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ഈ ആർക്കെങ്കിലും വീട്ടിലിരുന്ന് മൊബൈലിൽ പരീക്ഷ എഴുതാനൊന്നും താല്പര്യം ഉണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷന്റെ കീഴിൽ SSLC +2 നമ്മൾ നൽകുന്നുണ്ട്. മൊബൈലിൽ ഇരുന്ന് വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാം. ഓക്കെ. അതേപോലെ തന്നെ IGNOU ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.